ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ക്രോ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ടാരോ യാഷിമയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹു ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻസ് ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സ്റ്റോറി വളരെ ഷൈ ആയിട്ടും മിണ്ടാതെയും നിൽക്കുന്ന എന്നാൽ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോയുടെ ഒരു സ്റ്റോറിയാണ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിംഗ്. വില്ലേജ് സ്കൂളിലെ ആദ്യ ദിവസമാണ് ഇന്ന്. എന്നാൽ ഇതാ ഒരു കുട്ടിയെ കാണുന്നില്ല. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ സെല്ലർ ഇൻ ദ സ്കൂൾ ഹൗസ്. ഈ കാണാതായ കുട്ടി സ്കൂൾ ഹൗസിലെ നിലവറയിൽ ഒളിച്ചിരിക്കുകയാണ്. നൺ ഓഫ് അസ് ന്യൂ ഹിം. അവനെ ആർക്കും അറിയില്ല. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മാൾ. അവനൊരു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളൊരു കുട്ടിയാണ്, അതുപോലെ കുഞ്ഞനുമാണ്. ഹി ലുക്ക്ഡ് ഡിഫറെന്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്. അവനെ കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അവൻ താമസിക്കുന്നത് മൗണ്ടെയിന്റെ അപ്പുറത്തെ സൈഡിലാണ്, അതായത് പർവ്വതത്തിന്റെ അപ്പുറത്തെ സൈഡിലാണ്. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക്നെയിംഡ് ചിബി വിച്ച് മീൻ ടൈനി ബോയ്. അവന് കുഞ്ഞനായതുകൊണ്ട് അവനെ വിളിക്കുന്നത് എല്ലാവരും ചിബി എന്നാണ്. വിച്ച് മീൻ ടൈനി ബോയ്. അതിന്റെ അർത്ഥം കുഞ്ഞൻ, ഒരു ചെറിയ ആൺകുട്ടി എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കാഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. അവനെ എല്ലാവരെയും പേടിയാണ്, പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചറെയും എല്ലാവരെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ അവന് പഠനത്തിൽ വളരെ പിന്നോക്കവുമാണ്. ഹി വാസ് ടു സ്കാഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. ടീച്ചേഴ്സിന് മാത്രമല്ല മറ്റു കുട്ടികളെയും അവന് വളരെയധികം പേടിയാണ്. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അതുകൊണ്ട് തന്നെ അവന് പഠിക്കുന്ന ടൈമിലും കളിക്കുന്ന ടൈമിലും ഇവൻ ഒറ്റയ്ക്കായിരിക്കും. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ അവൻ ഏറ്റവും ബാക്കിലുള്ള ബെഞ്ചിലും ഒരു ലൈനിലാണെങ്കിലോ ഏറ്റവും അവസാനമായിരിക്കും അവനെ കാണാൻ പറ്റുക. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. ചിബി എന്താണ്, തന്നെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അവന് ടൈം പാസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവന് അറിയാം. He would just stare at the top of his desk for a long time. എങ്ങനെയാ ചിബി സമയം കളയുന്നറിയോ? കുറേ സമയം അവന്റെ ബെഞ്ചിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, ഡെസ്കിലോട്ട്. Sometimes he would lie gazing at the ceiling for hours. മണിക്കൂറുകളോളം അവൻ സീലിംഗിൽ മുകളിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. There were many things to interest him. ചുറ്റും ഒരുപാട് കാര്യങ്ങൾ അവനെ രസിപ്പിക്കാനായിട്ട് ഉണ്ട്. The design on the shirt of a boy sitting next to him or what he could see out of the window. അതായത് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിന്റെ ഡിസൈൻ കണ്ട് ഇരിക്കാനും, അതുപോലെ തന്നെ വാട്ട് ഹി കുഡ് സീ ഔട്ട് ഓഫ് ദ വിൻഡോ, ജനവാതിലിന്റെ ഉള്ളിലൂടെ കാണുന്ന കാഴ്ചകളും, ഇതൊക്കെ അവനെ എന്താണ് സമയം കളയാനുള്ള ഓരോരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും ബോറടിക്കുകയില്ല. In the Chibi playground, Chibi would just close his eyes and listen to the wonderful sounds that came from near and far. അതായത് അവനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവന് പ്ലേ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അവൻ്റെ അടുത്ത് വരുന്നതും അവൻ്റെ ദൂരെ നിന്ന് കേൾക്കുന്നതുമായിട്ടുള്ള സൗണ്ട്സ് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് അവന് ലിസൺ ചെയ്യും. And he could hold and watch insects and grapes that most of us wouldn't touch or even look at. അവൻ എന്താ ചെയ്യാന്നറിയോ? മണ്ണിലുള്ള ഇൻസെക്ട്സിനെയും പുഴുക്കളെയും ഒക്കെ അവനിങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് അതിനെ ടച്ച് ചെയ്തിട്ടൊക്കെ നിൽക്കും. നമുക്കാണെങ്കിലോ അതിനെ അറപ്പായിരിക്കും അല്ലേ. പക്ഷെ അവന് നാച്ചുറലിലുള്ള എല്ലാ കാര്യങ്ങളെയും തൊട്ട് അവനിങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും അതുപോലെ ജന്തുക്കളെയും അവനിങ്ങനെ ക്യൂരിയസോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. Everyone called him Slowpoke. എല്ലാവരും അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സ്ലോപോക്ക് എന്നായിരുന്നു. ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്. എന്തിനു പറയുന്നു, അവന്റെ താഴെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികൾ പോലും അവനെ സ്ലോപോക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ടായിരുന്നു അവനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവനെ സ്ലോപോക്ക് എന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്ലോപോക്ക് ഓർ നോട്ട്, എന്നാൽ അവനെ സ്ലോപോക്ക് ആണെങ്കിലും അല്ലെങ്കിലും ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. അവൻ എന്താണ്, വളരെ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും സ്കൂളിലോട്ട് വരുന്ന ഒരു കുട്ടിയാണ്. ഹി ഓൾവേസ് ബ്രോട്ട് ദ സെയിം ലഞ്ച്. അവൻ എല്ലാ ദിവസവും ഒരുപോലെയുള്ള ലഞ്ചാണ് കൊണ്ടുവരിക. എ ബോൾ ഓഫ് റൈസ് റാപ്പഡ് ഇൻ റാഡിഷ് ലീഫ്. അവൻ മുള്ളങ്കിയുടെ ലീഫിൽ പൊതിഞ്ഞിട്ടാണ് അവന് റൈസ് കൊണ്ടുവരാറ്. ഈവൻ വെൻ ഇറ്റ് റെയിനഡ് ഓർ സ്റ്റോമഡ് ഹി സ്റ്റിൽ കെയിം ട്രാജിങ് അലോങ്. മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ അവന് ഏതാണെങ്കിലും അവൻ എല്ലാ ദിവസവും അവൻ ഒറ്റയ്ക്ക് സ്കൂളിൽ എത്തിയിരിക്കും. He would then be wrapped in a raincoat made from zebra grass. മഴയുള്ള ദിവസം അല്ലെങ്കിൽ കൊടുങ്കാറ്റുള്ള ദിവസം അവനെ സ്വന്തം രക്ഷിക്കാനായിട്ട് അവൻ സീബ്ര ഗ്രാസ് കൊണ്ടുണ്ടാക്കിയ റെയിൻകോട്ട് റാപ്പ് ചെയ്തിട്ടാണ് വരാറ്. ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവൻ എന്നും സ്കൂളിൽ എത്തിയിരിക്കും. 5 years went by. 5 വർഷം കഴിഞ്ഞു. ആൻഡ് വി വേർ ഇൻ ദ 6th grade. ഞങ്ങളിപ്പോ 6ാം ക്ലാസ്സിലാണ്. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഈ സ്കൂളിൽ. അവർ ന്യൂ ടീച്ചർ, ഞങ്ങളുടെ പുതിയ ടീച്ചർ മിസ് ഇസോബെ വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മൈൽ. ഞങ്ങളുടെ പുതിയ ടീച്ചറായ ഇസോബെ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, അതുപോലെ വളരെ ഫ്രണ്ട്ലി ആണ്. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോബെ ഹു ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ഞങ്ങളുടെ ചിബിയോടുള്ള കാഴ്ചപ്പാട് അദ്ദേഹമാണ് ഞങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിയത്.
മിസ്റ്റർ ഇസോബെ ഓഫ്റ്റൻ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിന്റെ ബാക്കി വശത്തുള്ള മലയിലോട്ട് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ആര്? മിസ്റ്റർ ഇസോബെ. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grew. അതുപോലെ ചിബിക്ക് എന്താണ് വൈൽഡ് ഗ്രേപ്സും വൈൽഡ് പൊട്ടാറ്റോസും ഒക്കെ വളരുന്നത് എവിടെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതറിഞ്ഞ ഇസോബെ വളരെ സന്തോഷിച്ചു. He was amazed to find how much Chibi knew about all the flowers in our class garden. മാത്രമല്ല ചിബിക്ക് നമ്മുടെ ക്ലാസ് ഗാർഡനിലുള്ള എല്ലാ ഫ്ലവേഴ്സിനെ കുറിച്ചും അറിയാമായിരുന്നു. ഇതൊക്കെ ഇസോബയ്ക്ക് വളരെയധികം അത്ഭുതമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ പ്രകൃതിയെ നന്നായി അറിയുന്ന ഒരു കുട്ടിയാണ് ഇസോബയുടെ ക്ലാസ്സിൽ ഉള്ളത്. He liked Chibi's black and white drawings and taked them up on the wall for everyone to see. അദ്ദേഹത്തിന് അവൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? വാളിൽ അത് ആണിയടിച്ച് വെക്കുകയാണ് ചെയ്തത്, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. He also had no complaints about Chibi's handwriting. Only Chibi could read it. Mr. Isobe taked some of what Chibi wrote on the wall and he often spent time talking to Chibi when no one was around. മിസ്റ്റർ ഇസോബയ്ക്ക് ചിബിയുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഹാൻഡ് റൈറ്റിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. ചിബിക്ക് മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. എന്നാലും ഈ മിസ്റ്റർ ഇസോബയ്ക്ക് ഇതൊരു പ്രശ്നമായിരുന്നില്ല. ചിബിയുടെ എഴുത്തുകളൊക്കെ മിസ്റ്റർ ഇസോബെ ചുവരിൽ ആണിയടിച്ചു വെച്ചിട്ടുണ്ട്. ആരുമില്ലാത്ത സമയത്ത് മിസ്റ്റർ ഇസോബെ ചിബിയോട് സംസാരിക്കാനുള്ള സമയവും കണ്ടെത്താറുണ്ട്. അങ്ങനെ മിസ്റ്റർ ഇസോബയ്ക്ക് ചിബിയോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. When Chibi appeared on the stage at the talent show of the year, no one could believe his eyes. ആ വർഷത്തെ ടാലന്റ് ഷോയിൽ ചിബി വന്നപ്പോൾ ആരുടെ കണ്ണുകൾക്കും അത് വിശ്വസിക്കാനായില്ല. ഹു ഇസ് ദാറ്റ്? ആരാണത്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദർ? എന്താണ് ഈ മണ്ടൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്? But they were astounded when Mr. Isobe announced that Chibi was going to imitate the cries of crows. അപ്പോൾ ഇസോബെ എന്താണ് അനൗൺസ് ചെയ്തത്? ക്രേസ് ഓഫ് ക്രോസ്, കാക്കയുടെ ശബ്ദമാണ് ചിബി കാണിക്കാൻ പോകുന്നതെന്ന് അനൗൺസ് ചെയ്തു. ക്രേസ് ഓഫ് ക്രോസ്, കാക്കയുടെ കരച്ചിലോ? ദേ ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. എല്ലാവരും സർപ്രൈസ് ആയി പോയിട്ടുണ്ട്. ആർക്കും അറിയില്ല ചിബിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നൊന്നും. Chibi ascended the stage. First he imitated the cries of newly hatched crows. First അവനെ ഇമിറ്റേറ്റ് ചെയ്തത് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്, അതായത് ജനിച്ചു വീഴുന്ന ആ ക്രോയുടെ സൗണ്ടാണ് അവൻ ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തത്. Then he imitated the cries of mother crow and father crow. അതിനുശേഷം അവൻ ഇമിറ്റേറ്റ് ചെയ്തത് അച്ഛൻ ക്രോയുടെയും അമ്മ കാക്കയുടെയും സൗണ്ടായിരുന്നു. He then went on to show how crows cried early in the morning. പിന്നീട് അവൻ ഇമിറ്റേറ്റ് ചെയ്തത് മോർണിംഗിൽ കാക്ക എങ്ങനെയാണ് കരയുന്നത് എന്ന്, അതായത് രാവിലെ. He also imitated the cries of crows which were happy or sad. പിന്നീട് അവൻ ഇമിറ്റേറ്റ് ചെയ്തത് ക്രോ ഹാപ്പി ആയാൽ എങ്ങനെ ഇരിക്കും, സാഡ് ആയാൽ എങ്ങനെ ഇരിക്കും എന്നതാണ്. Everybody's mind was taken to the far mountain side from which Chibi named to the school. Now they could imagine exactly the far and lonely place where Chibi lived with his family. എല്ലാവർക്കും അറിയാം അവൻ അവന്റെ ഫാമിലിയുമൊത്ത് ആ മൗണ്ടൈനിലെ സൈഡിലാണ് താമസിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് അവിടേക്ക് പോയി, അതായത് മൗണ്ടൈനിലെ ആ മലനിരക്കിലോട്ട് പോയി. ഇപ്പോൾ എല്ലാവർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റും ചിബിയും അതുപോലെ ആ ചിബിയുടെ ഫാമിലിയും എത്ര ദൂരത്താണ് താമസിക്കുന്നത്, എത്ര ഒറ്റപ്പെട്ട സ്ഥലത്താണ് താമസിക്കുന്നത്. Then Mr. Isobe explained how Chibi had learned those calls, leaving him for school at dawn and returning at sunset every day for 6 long years. ഈ 6 വർഷവും അവനെ സ്കൂളിലോട്ട് വരുന്നുണ്ടായിരുന്നത് അതിരാവിലെ എണീറ്റിട്ട് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിരാവിലെ വരണം, അത്രയും ദൂരമായിരുന്നല്ലോ അവന്റെ വാലിയിൽ നിന്നും സ്കൂളിലോട്ട്, അല്ലെ? അപ്പോൾ അതിരാവിലെ വരും, എന്നാൽ ഏറ്റവും ലാസ്റ്റ് സൺസെറ്റ് ആവും അവനെ തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ. അപ്പോൾ ഇത്രയും വർഷം അവന് സ്കൂളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിച്ചത്, എവറി ഡേ ഫോർ 6 long years, അല്ലെ? അവന് 6 വർഷമായിട്ട് അവൻ പഠിച്ചത് പ്രകൃതിയെ കുറിച്ചും കൂടെ ആയിരുന്നു. Everyone of us cried, thinking how much we had been wrong to Chibi all those long years. ഈ 6 വർഷം അല്ലെങ്കിൽ എത്ര വർഷമായില്ലേ ഞങ്ങൾ ഈ ഒരു ചിബിയോട് എങ്ങനെയാണ് റോങ് ആയിട്ടാണ് ഞങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അത് അവരെ ആലോചിച്ചിട്ട് അവരെല്ലാവരും കരഞ്ഞുപോയി. ഈവൻ ഗ്രോൺസ് അപ്പ് വൈപ്ഡ് ദെയർ ഐസ്, അവരെന്ത് ചെയ്തു? കണ്ണ് തുടച്ചു. സെയിങ് യെസ് ഹി ഈസ് വണ്ടർഫുൾ, ഇവൻ എന്താണ് വണ്ടർഫുൾ ആണ് എന്നുള്ളത് അവർ സമ്മതിച്ചു. Chibi was the only one in our class honored for perfect attendance through all the 6 years. ഈ 6 വർഷമായിട്ടും പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉള്ള, എല്ലാ ദിവസവും വരുന്ന ഒരു കുട്ടിയായിട്ട് ആദരിക്കപ്പെട്ടത്, പെർഫെക്റ്റ് അറ്റൻഡൻസ് ആയിട്ട് ആദരിക്കപ്പെട്ടത്. Chibi still came to the village to sell the charcoal he and his family made. അവന്റെ ഫാമിലിയും നിർമ്മിച്ച ചാർക്കോള് വിൽക്കാനായിട്ട് അവൻ ഈ 6 വർഷത്തിന് ശേഷവും ഇവിടേക്ക് വരാറുണ്ട്, അത് വിൽക്കാനായിട്ട്. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. പക്ഷേ ഒരിക്കലും പിന്നെ ആരും എന്താണ് ചിബി എന്ന് വിളിച്ചിട്ടില്ല. വി കോൾഡ് ഹിം ക്രോ ബോയ്. പിന്നീട് അവരെന്താ വിളിച്ചത്? ക്രോ ബോയ്.
Hi, Crow Boy. We still heard his imitation of a happy crow as he returned home along the mountain road. ഇപ്പോഴും ഞങ്ങൾ മൗണ്ടൻ റോഡിലൂടെ നടക്കുമ്പോൾ ആ ഹാപ്പി ക്രോയുടെ സൗണ്ട് കേൾക്കാറുണ്ട്. ഒരാളുടെയും ലുക്ക് വെച്ചിട്ട് ആരെയും അളക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ പ്രധാന ഉദാഹരണമാണ് ചിബി. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലർ? എന്തായിരിക്കും ചിബി ആ നിലവറയ്ക്കുള്ളിൽ ഒളിച്ചത്? ചിബി ഹിഡ് ഇൻ ദ സെല്ലർ ബിക്കോസ് ഹി വാസ് ഫ്രൈഡ് ഓഫ് ദ ടീച്ചർ ആൻഡ് ദ അതർ ചിൽഡ്രൻ. ചിബിക്ക് എന്താണ് ടീച്ചറെയും മറ്റുള്ള കുട്ടികളെയും എല്ലാം പേടിയായിരുന്നു. അതുകൊണ്ടാണ് ചിബി സെല്ലറിന്റെ ഉള്ളിൽ ഒളിച്ചത്. വാട്ട് ഡസ് ദ നിക് നെയിം ചിബി മീൻ? എന്താണ് ചിബിയുടെ മീനിങ്, അർത്ഥം? ദ നിക് നെയിം ചിബി മീൻസ് ടൈനി ബോയ്. ചിബിയുടെ മീനിങ് ടൈനി ബോയ് എന്നാണ്. വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്തുകൊണ്ടാണ് ചിബി പഠിക്കുന്ന ടൈമിൽ ഒറ്റയ്ക്കായത്? ചിബി വാസ് ലെഫ്റ്റ് അലോൺ ബിക്കോസ് ഹി വാസ് ടു സ്കാരഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ അതർ ചിൽഡ്രൻ. ചിബിക്ക് മറ്റു കുട്ടികളോട് സൗഹൃദം ഉണ്ടാക്കാൻ വളരെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്കായി പോയത്. ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിംഗ് ക്ലാസ് അവേഴ്സ്? എങ്ങനെയാണ് ക്ലാസ് ടൈമിൽ ചിബി സ്വയം രസിപ്പിക്കുന്നത്? ചിബി അമ്യൂസ്ഡ് ഹിംസെൽഫ് ബൈ സ്റ്റാർട്ടിംഗ് അറ്റ് ഹിസ് ഡെസ്ക്, ഗേസിംഗ് അറ്റ് ദ സീലിംഗ്, looking at the design on the shirt of a boy sitting next to him or things outside the window. എന്താണ് അവനിങ്ങനെ ഡെസ്കിലോട്ട് കുറേ നേരം നോക്കി നിൽക്കും. ഗേസിംഗ് അറ്റ് ദ സീലിംഗ്, ലുക്കിംഗ് അറ്റ് ദ ഡിസൈൻ ഓൺ ദ ഷർട്ട്, അല്ലെ ഷർട്ടിന്റെ ഡിസൈൻ നോക്കി നിൽക്കും മറ്റ് കുട്ടികളുടെ. അതുപോലെ തിങ്സ് ഔട്ട്സൈഡ് ദ വിൻഡോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. വിൻഡോയിൽ പുറത്തുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കും. വൈ ഡിഡ് എവ്രി വൺ കോൾ ചിബി സ്ലോ പോക്ക്? എവറി കോൾഡ് ചിബി സ്ലോ പോക്ക് ബിക്കോസ് ഹി വാസ് സ്ലോ ആൻഡ് ക്വൈറ്റ്. എന്തുകൊണ്ടാണ് ചിബിയെ സ്ലോ പോക്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? എവറി കോൾഡ് ചിബി സ്ലോ പോക്ക്, എല്ലാവരും സ്ലോ പോക്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അവൻ എന്താണ് സ്ലോ ആയിരുന്നു, അതുപോലെ ക്വൈറ്റ് ആയിരുന്നു, മിണ്ടിത്തില്ലായിരുന്നു, അല്ലെ? അതുകൊണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഹൂ ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി? ദ ടീച്ചർ മിസ്റ്റർ ഇസോബെ ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ആരാണ് ചിബിയെ നോക്കി കാണുന്ന രീതി മാറ്റിയത്? ദ ടീച്ചർ മിസ്റ്റർ ഇസോബെ. ഇസോബെ ടീച്ചറാണ് എന്ത് ചേഞ്ച് ചെയ്തത്, നോക്കി കാണുന്ന രീതി. ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബെ എൻകറേജ് ചിബി? എങ്ങനെയാണ് ഇസോബെ ചിബിയെ എൻകറേജ് ചെയ്തത്? മിസ്റ്റർ ഇസോബെ എൻകറേജ്ഡ് ചിബി ബൈ അപ്രീസിയേറ്റിംഗ് ഹിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ഹാവിംഗ് നോ കംപ്ലൈൻസ് അബൌട്ട് ഹിസ് ഹാൻഡ് റൈറ്റിംഗ്. He taked them up on the wall for everyone to see and spend time talking to him when no one was around. അതായത് അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അവന് മാത്രമേ വായിക്കാൻ കഴിയൂ എന്നുള്ളതെങ്കിലും മിസ്റ്റർ ഇസോബെ അവനെ കുറ്റം പറഞ്ഞില്ല. അതുപോലെ തന്നെ അവൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റിങ് എല്ലാവരും കാണുക ചുമരിൽ തൂക്കി. അതുപോലെ അവൻ്റെ അടുത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തു ആരുമില്ലാത്ത സമയത്ത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബെ ഹെൽപ്പ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ്? എങ്ങനെയാണ് ഫീൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ചിബിയെ സഹായിച്ചത് ഇസോബെ എന്നുള്ളത്? മിസ്റ്റർ ഇസോബെ ഹെൽപ്ഡ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ് ബൈ ഗിവിംഗ് ഹിം എ ചാൻസ് ടു പെർഫോം അറ്റ് ദ ടാലന്റ് ഷോ ആൻഡ് ഷോ ഹിസ് സ്പെഷ്യൽ ടാലന്റ് ടു എവ്രി വൺ. ഇസോബെ എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? ടാലന്റ് ഷോയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതിൽ സ്പെഷ്യൽ ടാലന്റുള്ള അവൻ്റെ സ്പെഷ്യൽ ടാലന്റുകൾ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗീവ് അറ്റ് ദ ടാലന്റ് ഷോ? എന്താണ് ചിബി ടാലന്റ് ഷോയിൽ പെർഫോം ചെയ്തത്? ചിബി ഗേവ് എ പെർഫോമൻസ് ഇമിറ്റേറ്റിംഗ് ദ ക്രേസ് ഓഫ് ക്രോസ് അറ്റ് ദ ടാലന്റ് ഷോ. ക്രോസിന്റെ സൗണ്ടാണ്, ക്രയർ ചെയ്യുന്ന സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്തത്. ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രേസ് ഓഫ് ദ ക്രോസ്? എങ്ങനെയാണ് ഈ സൗണ്ടൊക്കെ ചിബി പഠിച്ചത്? ചിബി ലേൺ ദ ക്രേസ് ഓഫ് ദ ക്രോസ് ബൈ ലിസണിംഗ് ടു ദം വൈൽ വാക്കിംഗ് ഫ്രം ഹിസ് ഹോം ടു സ്കൂൾ അറ്റ് ഡോൺ ആൻഡ് റിട്ടേണിംഗ് ഹോം അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ 6 long years. ഈ 6 വർഷം അവന് ഏറ്റവും നേരത്തെ എണീറ്റ് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നേരത്തെ എണീക്കും. അവിടുന്ന് നടന്നിട്ടാണ് വരുന്നത്. പിന്നെ അവൻ വീട്ടിലെത്തുമ്പോഴേക്കും സൺസെറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ടൈമിംഗ് പീരീഡിലാണ് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? എന്താണ് ചിബീൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് മറ്റു കുട്ടികൾ എന്താണ് റിയാക്ട് ചെയ്തത്? ദ അതർ ചിൽഡ്രൻ വെർ അസ്റ്റോണിഷ്ഡ് ബൈ ചിബീസ് പെർഫോമൻസ് ആൻഡ് ഫെൽറ്റ് സോറി ഫോർ ദ വേ ദ ഹാഡ് ട്രീറ്റഡ് ഹിം. കുട്ടികളെല്ലാവരും ചിബിയുടെ പെർഫോമൻസ് കണ്ടിട്ട് വളരെ അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല അവന്റെ അടുത്ത് സോറിയും പറഞ്ഞു. വാട്ട് ന്യൂ നെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലന്റ് ഷോ? വൈ? എന്താണ് ടാലന്റ് ഷോക്ക് ശേഷം നമ്മുടെ ചിബിയെ കുട്ടികളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത്? ആഫ്റ്റർ ദ ടാലന്റ് ഷോ ചിബി വാസ് കോൾഡ് ക്രോ ബോയ് ബിക്കോസ് ഓഫ് ഹിസ് വണ്ടർഫുൾ ഇമിറ്റേഷൻ ഓഫ് ദ ക്രൈസ് ഓഫ് ക്രോസ്. അവനെ എല്ലാവരും അതിന്റെ ഇമിറ്റേഷന്റെ ശേഷം എന്താണ് ആഫ്റ്റർ ദ ടാലന്റ് ഷോയുടെ ശേഷം ക്രോ ബോയ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവൻ നന്നായിട്ട് ക്രോയെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടിരിക്കുന്നവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സ്റ്റോറി മാപ്പിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റോറി മാപ്പ് ഇതാകും. ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ഓദർ, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, ബിഗിനിങ്, എൻഡിങ്, മിഡിൽ, വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us about ട്രീറ്റിംഗ് അതേഴ്സ് ഹു ആർ ഡിഫറെന്റ് ഫ്രം us. ഇത്രയാണ് നമുക്കതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്.
അടുത്തത് ഹിയർ ഈസ് എ താങ്ക് യു നോട്ട് പ്രിപ്പയർഡ് ബൈ ചിബി ഫോർ ഹിസ് ടീച്ചർ മിസ്റ്റർ ഇസോബെ. ഇസോബെ ടീച്ചർക്ക് ചിബി എഴുതിയൊരു താങ്ക് യു നോട്ടാണ്. അപ്പോൾ നമുക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺസ്. അപ്പോൾ ഇംഗ്ലീഷ് ലെസൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു ഫ്രണ്ടിന് ഒരു താങ്ക് യു നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് താങ്ക് യു എന്ന് വലുതാക്കി എഴുതണം. താങ്ക് യു ഡിയർ എന്നുള്ളത്. എന്നിട്ട് ഞാനൊരു മോഡൽ കാണിക്കാം. താങ്ക് യു ഡിയർ, ഡിയർ മനു, താങ്ക് യു, അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം കേട്ടോ, അത് ഫുള്ള്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ട്രെയിനർ കോച്ച് ഹു ഹെൽപ്ഡ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ആർട്സ് ഫെസ്റ്റിവൽ ഓർ സപ്പോർട്ട്സ് ഇവന്റ്. നമ്മുടെ ഫെസ്റ്റിവലിനും അതുപോലെ സ്പോർട്സിനൊക്കെ നമ്മുടെ ട്രെയിൻ ചെയ്തിട്ടുള്ള ട്രെയിനർക്ക് വേണ്ടിയിട്ടുള്ള ഒരു താങ്ക് യു കാർഡാണ് നമ്മൾ ഇനി അടുത്തത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.